ഹായ്, ഇത് ഒരു മുട്ടച്ചോറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: വലിയ ഉള്ളി, തക്കാളി, കുറച്ച് തേങ്ങ ചിരകിയത്, കറിവേപ്പില, മല്ലിത്തല, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകിന് പകരം ചീനമുളകാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞതും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വരണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഒന്ന് അടിച്ച് വയ്ക്കാം. 2 മുട്ടയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. മുട്ടയിൽ ഉപ്പൊന്നും ചേർക്കണില്ല. വേണമെങ്കിൽ കുരുമുളക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനി സവാള വാടിയതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും, ചീനമുളക് അരിഞ്ഞത്, കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഈ ഉള്ളിയിൽ നന്നായിട്ട് വെന്ത് ചേരണം. കുറച്ച് ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, വളരെ കുറച്ച്. എന്നിട്ട് ഇത് ചട്ടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി തേങ്ങ തിരുമ്മിയത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നമുക്കത് 4 പുറം ആക്കി കൊടുത്തതിന് ശേഷം നടുവിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് പോലെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ ചോറ് സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയൊക്കെ 4 പുറമൊന്ന് ചോറിലേക്ക് ഇതിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നമ്മൾ 4 പുറമുള്ള മുട്ട ഇങ്ങനെ മേലെയാക്കി വയ്ക്കുക കുറച്ച് നേരം. കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 സ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില ഇങ്ങനെ വിതറിയിട്ട് നമുക്കിത് മൂടി വയ്ക്കുക കുറച്ച് സമയം. ആ എല്ലാ സ്മെല്ലും എല്ലാം ഇതിലൊന്ന് ഇറങ്ങി ചെന്ന് ടേസ്റ്റ് വരാൻ